ഹായ് ഫ്രണ്ട്സ്, കുടുംബശ്രീ ശാരദയിലെ പുതിയ എപ്പിസോഡിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ശാലിനി പഴയ ഒരു കാര്യം ഓർക്കുകയാണ്. ഒത്തിരി പഴയൊന്നുമല്ല, കഴിഞ്ഞ ദിവസം തെളിവ് കൊണ്ടുവന്ന ആ ഒരു വീഡിയോയെക്കുറിച്ചാണ്. ശാലിനി ഓർക്കുന്നത്, ശാലിനിയെ ഒരു കോൺസ്റ്റബിൾ വിളിച്ചിട്ട് പറയുകയാണ്, മാഡം എനിക്ക് എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഇത് മാഡത്തിന് ഉപകാരപ്പെടുന്നതായിരിക്കും എന്ന് പറഞ്ഞ് കാണിക്കാൻ പോവാണ്. അപ്പോഴേക്കും ശാലിനി അത് കാണുവാണ്. അപ്പോഴേക്കും അതിനകത്ത് നടക്കുന്നത് വെച്ചാൽ കുടുംബശ്രീ വീട്ടിൽ നിന്ന് ശാരദാമ്മ ഫുഡ് കൊണ്ടിരുന്നുണ്ട്. അത് ഒരു കോൺസ്റ്റബിൾ മേടിച്ച് അവിടെ വെക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫുഡിനകത്ത് കുറച്ച് സമയം ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കിയിട്ട് നമ്മുടെ ചന്ദ്രബോസ് ആ ചോറും പൊതി എടുക്കുന്നുണ്ട്. എന്നിട്ട് തൻ്റെ കയ്യിലുള്ള ആ പോയിസൺ അതിനകത്ത് ഇടുന്നുണ്ട്. ഇതൊക്കെ ഒരു പോലീസുകാരൻ കാണുന്നുണ്ട്. ആ പോലീസുകാരൻ്റെ ഫോണിൽ തന്നെ ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആണ് ആ കോൺസ്റ്റബിൾ ശാലിനിക്ക് കൈമാറുന്നത്. ഇത് കാണുന്തോറും ശാലിനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. കാരണം വിഷ്ണു അന്ന് അനുഭവിച്ച ആ ചോര ശബ്ദിച്ചു കിടന്ന കാര്യങ്ങളൊക്കെ ശാലിനി ഇങ്ങനെ ഓർക്കുവാണ്. അപ്പോൾ ആ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, എനിക്കിതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത്, മേഡത്തിൻ്റെയും വിഷ്ണുവിൻ്റെ ആ സ്നേഹം കണ്ടിട്ട് എനിക്കത് ഈ വീഡിയോ എടുത്ത് മാഡത്തിനെ കാണിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതെന്നൊക്കെ പറയാം. അപ്പം ശാലിനി പറയാണ്, നിങ്ങൾക്ക് എന്തായാലും ഒരു അബദ്ധം വരത്തില്ല, ജില്ലാ കളക്ടറുടെ വാക്കാണിത് എന്ന് പറഞ്ഞ് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട്, നല്ല കാര്യമാണ് താങ്കൾ ചെയ്തതെന്ന് പറഞ്ഞാൽ പോലീസുകാരനോട് പറഞ്ഞിട്ട് ആ വീഡിയോ ആണ് നമ്മുടെ ഇവിടെ ശാലിനി ഒരു തെളിവായിട്ട് കൊണ്ട് ഇത് ജഡ്ജി എല്ലാം കണ്ടതിന് ശേഷം പറയുവാണ്, സാക്ഷിപ്പട്ടികയിലുള്ള ചന്ദ്രബോസിനെയും മധുശ്രീയും പ്രതിപട്ടികയിലേക്ക് മാറ്റാൻ പോവുകയാണ് എന്ന് ജഡ്ജി വിധി പറയുകയാണ്. ഡിഫൻസ് കൗൺസിലിനെ വിസ്തരിക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന് പറയുകയാണ്. പ്രൊസീഡ് ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും യെസ് എന്ന് പറഞ്ഞിട്ട് അർജുൻ ഇരിക്കുകയാണ്. അമീർ അബ്ദുള്ള ഒരുമാതിരി പെട്ട ഒരവസ്ഥയിൽ ഇരിക്കുകയാണ്. തുടർന്ന് ശാലിനിയും വിഷ്ണുവും പ്രതിക്കൂട്ടിൽ നിന്ന് സാക്ഷിക്കൂട്ടിൽ നിന്ന് ഇറങ്ങി രണ്ടുപേരും ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട്ടൊക്കെ നോക്കി ഒരു ലവ് സീൻ പോലെ ചെറിയ രീതിയിലൊരു സ്നേഹ കാര്യങ്ങളൊക്കെ കണ്ണിൽ കൂടെ ഒക്കെ കാണിക്കുന്നുണ്ട്. അർജുനൻ്റെ നടുക്ക് അപ്പുറം ഇപ്പുറയാണ് ഇവർ നിൽക്കുന്നത്. എന്നിട്ട് ചന്ദ്രബോസ് പ്രതിക്കൂട്ടിലേക്ക് കയറി ഇങ്ങനെ സല്യൂട്ട് ചെയ്തിട്ട് വന്ന് നിൽക്കുകയാണ്. വിഷ്ണുവിൻ്റെ അടുത്തൂടെ ആണ് പോകുന്നത്. വിഷ്ണു ആണെങ്കിൽ കൈ പുറകെ കെട്ടി പറ്റുന്നത്ര ദേഷ്യത്തോട് അമർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ചന്ദ്രബോസിന് മനസ്സിലാവുന്നുണ്ട്. ശാലിനിയാണ് നല്ല തുറിച്ചൊരു നോട്ടം ചന്ദ്രബോസിനെ നോക്കുന്നുണ്ട്. ശാലിനി സത്യാമ്മയൊക്കെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. സത്യാമ്മയ്ക്ക് ചിരിക്കണമെന്നുണ്ട്, പക്ഷേ മുഖം തിരിച്ചങ്ങ് മാറ്റുവാണ്. എന്നിട്ട് അർജുൻ പറയുകയാണ്, സാധാരണക്കാർക്ക് എപ്പോഴും ഒരു സഹായമായി നിൽക്കേണ്ട സ്ഥാപനമാണ് പോലീസ് സ്റ്റേഷൻ. അവിടെ ഇങ്ങനെയുള്ള ചില പോലീസുകാരുണ്ട്, താങ്കൾ എന്ത് ചെയ്താലും തങ്ങളോട് ചോദിക്കാൻ ആരും വരത്തില്ലെന്നുള്ള ചിന്തയുള്ള കുറച്ച് പേരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ ചന്ദ്രബോസ്. നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു എന്ന് അർജുൻ പറയുകയാണ്. ചന്ദ്രബോസിന് ദേഷ്യവും സങ്കടവും വിഷമവും എല്ലാം കൂടെ ആണ് വരുന്നത്. ഇതിനാണെങ്കിൽ കുടുംബശ്രീ വീട്ടിലാണ് ശാരദാമ്മ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. വിഷ്ണുവിൻ്റെ വിധി വരുന്ന ദിവസമാണ് ഇന്ന്, എന്തായുമോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ശാന്ത പറയാണ്, ശാലിനി ഒന്ന് നോക്കിക്കോളൂ എന്ന് പറയാൻ. എന്തായാലും ഒന്നും സംഭവിക്കത്തില്ല, വിധി നമുക്ക് അനുകൂലമായിരിക്കുമെന്ന് മനസ്സ് പറയുന്നുണ്ട്, ഇനി അറിയില്ല എന്നൊക്കെ ശാരദ പറയാണ്. പിന്നീട് കോടതിയിൽ ജഡ്ജി ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള രീതിയിൽ അമീർ അബ്ദുള്ളയോട് ചോദിക്കുമ്പം നോ യുവർ ഓണർ എന്ന് പറഞ്ഞുകൊണ്ട് അമീർ അബ്ദുള്ള അവിടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അർജുൻ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ അമീർ അബ്ദുള്ളയോട് തിരിച്ച് കാണിക്കുകയാണ്. കാരണം അതിന് മുന്നേ വരെ അർജുനെ നന്നായിട്ട് കളിയായിക്കൊണ്ടിരുന്ന ആളാണ്. പിന്നീട് അർജുൻ പറയാണ്, നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം എന്നുള്ള രീതിയിൽ ചന്ദ്രബോസിനെതിരെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമീർ അബ്ദുള്ളയും കളിയാക്കുന്നൊക്കെയുണ്ട് അർജുൻ. പിന്നീട് എല്ലാവരും ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്, വിധി എന്തായിരിക്കും, ജഡ്ജി എന്തായിരിക്കും പറയുന്നതെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. എന്നിട്ട് അമീർ അബ്ദുള്ള അടുത്ത് പോയി അർജുൻ ഓരോന്ന് പറയുന്നുണ്ട്. മസനഗുഡി വഴി ഊട്ടിക്ക് പോകുന്നതിൻ്റെ ആ ഒരു കാര്യം നേരത്തെ അർജുനോട് പറഞ്ഞായിരുന്നല്ലോ, അത് തിരിച്ചും അങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അർജുൻ പറയുന്നത് കേട്ടിട്ട് അമീർ അബ്ദുള്ളക്ക് ഒന്നും പറയാനില്ല. എന്നിട്ട് വിഷ്ണുവിനെ കൈകൊണ്ട് കാണിക്കുകയാണ്, തമ്പ് കാണിച്ചിട്ട് പറയുന്നത്, ഇനിയൊന്നും പേടിക്കാനല്ല, നമ്മൾ രക്ഷപ്പെട്ടു, ജയിച്ചു എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുകയാണ്. പിന്നീട് ജഡ്ജിയുടെ വിധിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ജഡ്ജി വിധി പറയുകയാണ്, വിഷ്ണുവിനെ നിരുപാധികം വിട്ടയക്കുന്നു എന്നും ഇത്രയും ദിവസം കൊല്ലപ്പെട്ട ഒരു വ്യക്തി ഉണ്ടെന്ന് പറഞ്ഞ് കേസ് ഉണ്ടാക്കിയതാണെന്നും ആ കൊല്ലപ്പെട്ടെന്ന് പറയുന്ന വ്യക്തി നേരിൽ വന്ന് ഹാജരായ സ്ഥിതിക്ക് വിഷ്ണുവിൻ്റെ പേരിൽ യാതൊരു കേസില്ല എന്നുള്ള രീതിയിൽ വിധി പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമാണ്. വിഷ്ണുവിനും ശാലിനിക്കും അർജുനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. പിന്നീട് മധുശ്രീക്കുള്ള ശിക്ഷ പറയുകയാണ്. 14 ദിവസത്തിന് റിമാൻഡ് വയ്ക്കുകയാണ്. തട്ടിക്കൊണ്ടുപോയതും വധഭീഷണിക്കും കുറേ കേസുകൾ വെച്ച് മധുശ്രീയെ 14 ദിവസത്തിന് റിമാൻഡ് ചെയ്യുകയാണ് ജഡ്ജി പറഞ്ഞു. പിന്നീട് ചന്ദ്രബോസിനുള്ള വിധി പറയുകയാണ്. പോലീസിൻ്റെ ഇതിൽ നിന്നിട്ട് തന്നെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ 6 മാസത്തേക്കിന് ചന്ദ്രബോസിനെ സസ്പെൻഡ് ചെയ്യുന്നെന്ന് പറയുന്നു. പോലീസിനുണ്ടായ മാനക്കേട് മാറ്റാൻ വേണ്ടിയിട്ട് 14 ദിവസം ചന്ദ്രബോസിനെ റിമാൻഡിൽ ഇടുകയെന്ന് ജഡ്ജി പറയാണ്. ജഡ്ജിയുടെ ഈ 2 വിധിയും കേട്ട് ചന്ദ്രബോസും മധുശ്രീയും കണ്ണും തള്ളി ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് ആ കൂടെ തന്നെ ജഡ്ജി പറയുന്നുണ്ട്, ഈ കേസ് തെളിയിക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്ത് കളക്ടറായ ശാലിനി വിഷ്ണു അഭിനന്ദനം അറിയിക്കുന്ന ആണ്. അതുകൊണ്ട് ശാലിനി വിഷ്ണുവിനെ അഭിനന്ദിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സത്യാമ്മയ്ക്ക് വലിയ സന്തോഷം വരുന്നില്ല, എന്നാലും ദേഷ്യം കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും ശാലിനിയെ നോക്കി
സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നീട് ചന്ദ്രബോസിനോട് വിഷ്ണു ഇങ്ങനെ പറയാണ്, 14 ദിവസത്തേക്കിന് നമുക്ക് കാണാം, ഇവിടെ തന്നെ കാണും, തൊപ്പിയൊന്നും തലയിലില്ലല്ലോ എന്നുള്ള രീതിയിൽ വിഷ്ണു ഓരോ കാര്യങ്ങളൊക്കെ ഓർക്കുക. പണ്ട് വിഷ്ണു ചന്ദ്രബോസിനെ തല്ലി ചതച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുന്നുണ്ട്. പിന്നീട് കോടതിയിൽ നിന്ന് അവർ ഇറങ്ങുകയാണ് വെളിയിലേക്ക്. വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ കൈ മുറുക്കെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, നമ്മൾ ജയിച്ചു അല്ലേ എന്ന് പറയുമ്പോഴത്തേക്കിനും താനാണ് എന്നെ ജയിപ്പിച്ചതെന്ന് പറഞ്ഞു ഭയങ്കര സ്നേഹത്തോട് കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശാലിനി വിഷ്ണുവിനോട് പറയുകയാണ്, അർജുനേട്ടനും അനുപല്ലവിയൊക്കെ അത്യാവശ്യം നമ്മളെ സഹായിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ വിളിച്ച് പറയുന്ന ഓരോ സമയത്തിനനുസരിച്ച് വിളിച്ച് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയുള്ള രീതി പറയുകയാണ്. എന്നിട്ട് കാർത്തിക് സത്യാമ്മയുടെ കാല് പിടിക്കുകയാണ്, എനിക്ക് പുതിയ ജീവിതത്തിലേക്ക് ഞാൻ കടക്കുകയാണ്, എനിക്ക് അനുഗ്രഹം എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും പറയുകയാണ്, സത്യാമ്മയെ ഞാൻ ഇന്നും ആ ഒരു വിഗ്രഹത്തിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത്, സത്യാമ്മ ആരുടെ മുന്നിലും തല കുനിക്കാത്ത നല്ലൊരു അങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള സംസാരങ്ങൾ പറയുന്നുണ്ട്. അപ്പം സത്യാമ്മയ്ക്കും ഒരു വിഷമമൊക്കെ ആവുന്നു. പിന്നീട് ശാരദാമ്മയെ വിളിച്ച് പറയുന്നുണ്ട്, വിഷ്ണുവിനെ വെറുതെ വിട്ടു, മധുശ്രീ ചന്ദ്രബോസ് ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശാരദാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. അപ്പോൾ ശാന്ത ചോദിക്കും എന്തായെന്ന് ചോദിക്കും, പറയും വിഷ്ണുമോനെ വെറുതെ വിട്ടു ശാന്തയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പോഴേക്കും പറയും, ഞാൻ പിന്നെ വിളിക്കാമേ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറയുമ്പോൾ, നീ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വിഷ്ണുമോനെ വെറുതെ വിട്ടുള്ളൂ എന്നോർത്ത് ഭയങ്കര സന്തോഷത്തിലാണ് ശാരദാമ്മ. പിന്നീട് സത്യാമ്മയുടെ വീടാണ് കാണിക്കുന്നത്. പപ്പിയും രാഘവൻ നായരും നോക്കിയിരിക്കുകയാണ്, ഇങ്ങനെ വിഷ്ണുവിനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും രാഘവൻ നായർ ചോദിക്കുകയാണ്, എൻ്റെ മോളെ ആരെ നോക്കിയിരിക്കുക, പറയും എൻ്റെ വിഷ്ണുവച്ചനെ ഞാൻ നോക്കിയിരിക്കുകയാണ്, വിഷ്ണുവച്ചനെ കണ്ട് എത്ര ദിവസമായി എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും നമ്മൾ നോക്കിയിരിപ്പുണ്ടെന്ന് വിചാരിക്കട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ രണ്ടുപേരെന്ന് പറയും, ഞാൻ പിന്നെ എൻ്റെ മോനെ കണ്ട് എത്ര ദിവസമായെന്ന് പറയും. അങ്ങനെയൊക്കെ ഇങ്ങനെ രണ്ടുപേരും കൂടെ പറഞ്ഞിരിക്കും. സത്യാമ്മയുടെ കൂടെ എന്താണ് വിഷ്ണുവച്ചൻ വരാഞ്ഞെന്നൊക്കെ പറയാം. അപ്പോൾ പറയും, വിഷ്ണുവച്ചൻ അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ ഒപ്പിട്ട് ഇതൊക്കെ ആക്കാനല്ലേ, അതുകൊണ്ടായിരിക്കും താമസിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിഷ്ണു ഇച്ചിരി കഴിയുമ്പോഴേക്കും ബുള്ളറ്റിൽ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. വിഷ്ണു ഭയങ്കര ഗൗരവത്തോടു കൂടിയാണ് വന്ന് വരുന്നത്. പപ്പിമോളെ എന്നിട്ട് വന്ന ഉടനെ എടുത്ത് വട്ടം കറക്കുകയൊക്കെയാണ്. അപ്പോൾ അത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഇനി അടുത്തൊരു പ്രൊമോ വീഡിയോ കാണാം. അതുവരേക്കും ബൈ. ഷിജിന ശ്യാമൻ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.